ഹായ് ഓൾ. 2015 ഞാൻ ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത്. അന്ന് കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ക്യാപിറ്റൽ എടുത്ത് 3 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു വർഷത്തിനുള്ളിൽ അതിൽ 2 കമ്പനി ഡീലിസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസിലാണ് യാതൊരു വ്യത്യാസവുമില്ല. പിന്നീട് 2018 ഷെയർ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്തവണ കുറച്ച് ട്രേഡിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അറൗണ്ട് 1 to 2 ലാക്ക് ആയിരുന്നു ആ സമയത്ത് എൻ്റെ ക്യാപിറ്റൽ. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2018 560 ലോസ്, 2019 960 ലോസ്, 2020 10,000 ലോസ്. ആ വർഷമാണ് കൊറോണ വന്നത്. 2021 6500 ലോസ്. അങ്ങനെ 2022 ആയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ട്രേഡിംഗ് എനിക്ക് പറ്റിയ പണിയല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റാണ് എനിക്ക് വിടാനും സാധിച്ചില്ല. അങ്ങനെ 2022 കയ്യിലുണ്ടായിരുന്നത് 3 ലക്ഷം ക്യാപിറ്റലായിരുന്നു. അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ 15 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കുറച്ച് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2023 ആയപ്പോൾ എനിക്ക് 40% റിട്ടേൺ കിട്ടി. 2024 അത് 60% ഉയർന്നു. ഈ 9 വർഷത്തെ ജേണിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരുന്നു.